അപ്പോൾ ഗൈസ് നമുക്ക് ഓംലെറ്റ് ആക്കാം. ഒഴിച്ചിട്ടുണ്ട് വട്ടത്തിലാണ് ഓംലെറ്റ് ആണ്. അതത്രയും ഹലോ ഗായ്സ്, വെൽക്കം ടു കവിജ സ്റ്റുഡിയോ. ഇന്ന് ചെറിയൊരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു, ഒരു ഡേ ഇൻ മൈ ലൈഫ്. കാരണം ഇന്നലെ രാത്രി കറണ്ട് പോയതാണ് ഇവിടെ, ഇനിയും വന്നിട്ടില്ല. ഇപ്പോൾ 10 മണി കഴിഞ്ഞു. അപ്പോൾ ഒരു കറണ്ടൊന്നും ഇല്ലാത്ത കാരണേ അമ്മയും നരച്ച ചമ്മന്തിയും ഒക്കെ ആയിട്ടൊരു പൊതിച്ചോറൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആങ്ങളയുടെ മക്കളും ഒക്കെ പാലക്കാട് നിന്ന് വന്നിട്ടുണ്ട്. കുട്ടികളെയൊക്കെ ഇപ്പോൾ എഴുന്നേൽപ്പിച്ച് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആക്കി, അടുപ്പൊക്കെ കത്തിച്ച് ചോറൊക്കെ വെച്ചു. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാം. കുട്ടികളെ വിളിക്കട്ടെ. ഋതുലേ വാ വാ വാ, ചായ കുടിക്കാലോ, വാ. ഒന്ന് വരുമോ? എവിടെ ദിജുട്ടൻ? ആ വായോ വായോ, വേഗം വാ. ദിജുട്ടൻ ഇന്നലെ ചെറുതായി ഒന്ന് സ്ലിപ്പായി ഗൈസ്. അതുകൊണ്ട് കാലൊക്കെ ഇങ്ങനെ ചങ്ങനാക്കിക്കൊണ്ടാണ് വരവ്. മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കണേ. അടുപ്പിൽ ചോറ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പൊതുവേ അങ്ങനെ യൂസ് ചെയ്യാറൊന്നുമില്ല. രാവിലെ പോകുന്നതൊക്കെ തിരക്കിൽ അതിനൊന്നും പറ്റാറില്ല. ഫുൾ ഗ്യാസിൽ തന്നെയാണ് കൂടുതലും ചെയ്യുന്നത് ഫുഡൊക്കെ. ലീവുള്ള സമയത്തും എന്നുവെച്ചാൽ സാറ്റർഡേ സൺഡേസ് അങ്ങനെയൊക്കെ വെക്കേഷൻ ടൈമിൽ അങ്ങനെയൊക്കെയാണ് കൂടുതലും ഉപയോഗിക്കാറ്. ഇന്ന് ഒന്നങ്ങനെ രാവിലെ തന്നെ അമ്മ അടുപ്പൊക്കെ കത്തിച്ച് തന്നു. വേഗം അതിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കറണ്ടും ഇല്ലാത്തത് കൊണ്ട് വളരെ നന്നായി. ഇനി എന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഗൈസ്, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. പൂരി മുട്ടക്കറിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പം നമ്മൾ കഴിച്ചിട്ട് വരാം. അമ്മ ചോറ് വറക്കുന്ന രംഗമാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. ഗൈസ്, അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞു. ഇവിടെ കറണ്ടും കൂടി ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ചൂടാണ്, നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അടുത്ത് എന്താ അമ്മ ചെയ്യാൻ പോകുന്നത്? ചോറ് വാർത്തല്ലോ. ഇനി എന്തൊക്കെയാ പൊതിച്ചോറിൽ എന്തൊക്കെയാ പറ്റുക? ചമ്മന്തി മസ്റ്റാണ്. പിന്നെ ഒരു മുട്ട ഓംപ്ലേറ്റ് ആക്കാം. പിന്നെ എന്തുപ്പേരി ആക്കാം? പപ്പായ ചിരകിയിട്ട്. അപ്പം നമുക്ക് ഇനി അതിലോട്ട് കിടക്കാം. അപ്പോൾ ഇതേക്ക് അമ്മമ്മ ഉപ്പേരിക്ക് വേണ്ടിയിട്ടുള്ള പപ്പായ ചിരകാണ്. ഇവിടെ മഴ പെയ്യുന്ന പോലെ ഉണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് പൊതിച്ചോറിനുള്ള ഇലയും അതുപോലെ നമ്മുടെ നാട്ടുമാങ്ങയും പൊറുക്കിയിട്ട് വരാം. നമുക്ക് ഇത്രയും മാങ്ങ കിട്ടി. അപ്പോൾ ഇതേ ഗൈസ്, നമ്മൾ തിരിച്ച് വീട്ടിലെത്തി മാങ്ങയൊക്കെ പൊറുക്കിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് വേഗം ചമ്മന്തിക്കുള്ള പരിപാടിയിലേക്ക് പോകാം. അപ്പോൾ അമ്മി എപ്പോഴൊന്നും യൂസ് ചെയ്യാത്ത കാരണം നന്നായി തേച്ച് കഴുകേണ്ടി വരും. അപ്പോൾ അതൊക്കെ കഴുകി അപ്പോഴേക്കും അച്ചു തേങ്ങ ചിരകി കേട്ടോ. തേങ്ങ ചിരകി ഉള്ളിയും 2 ടൈപ്പ് ചമ്മന്തിയൊക്കെയല്ലോ. അമ്മക്ക് ഇന്ന് എന്നെ പണിയെടുപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഗായ്സ്, ഇപ്പോൾ സമയം 12 മണിയായി. അമ്മമ്മ ഏതായാലും ഉപ്പേരീൻ്റെ ഇതൊക്കെ ചിരകി വെച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മമ്മ വേഗം ഉപ്പേരീൻ്റെത് നോക്കട്ടെ. അപ്പോൾ ഇതേ ഗൈസ്, അമ്മി കഴുകുകയാണ്. സ്റ്റീൽ ബോളൊക്കെ ഇട്ടിട്ട് കുറേ കാലമായിട്ട് യൂസ് ചെയ്തിരുന്നാണ്. The ice behind my stone cold eyes. I turn to ashes, but only just sometimes. Inhale your smoke. കറണ്ട് വരുന്നുണ്ടോ നോക്കണേ. ഒന്ന് സ്വിച്ചെല്ലാം ഇട്ട് നോക്കണം കേട്ടോ. ഇനിയും വന്നിട്ടില്ല.
ഏത് നാടാണ് ഈ പട്ടിക്കാട് ചോദിക്കും. ഒരു ചമ്മന്തി മതി തോന്നുന്നു. കൈവേദന എടുക്കുന്നു. ചേച്ചി അങ്ങോട്ട് അരക്കി മൂത്തി അങ്ങോട്ട് കൊട്ടിക്കി. ഞാൻ ഇല കഴുകാം. ഭയങ്കര വലിയ പണി. ചോറ് നിവർത്തി വെച്ചിട്ട് കുറച്ച് ഒരു കയ്യിൽ ചോറ് എടുത്തിട്ട് ഈ അമ്മിയിലിട്ടിട്ട് തിന്നുന്നത് നല്ല ടേസ്റ്റാണ്. എൻ്റെ അമ്മമ്മയൊക്കെ അങ്ങനെ തരുമായിരുന്നു. ചമ്മന്തി അമ്മയിൽ അരച്ചിട്ട് അതിൽ ഒരു പിടി ചോറിട്ടിട്ട് അതിനിങ്ങനെ നല്ല കുഴച്ച് ഓരോ ഉരുള തരും. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്ക് കൊടുക്കാലോ അങ്ങനെ. നീ കുറച്ച് ചോറ് എടുത്തില്ല. ഇതാ ഈ ചമ്മന്തിയായി. ഇതാ ഇങ്ങോട്ട് വാ. എനിക്ക് കുട്ടി എന്ന് പറഞ്ഞ എങ്ങനെയുണ്ട്? ഇത് കൊള്ളില്ലേ? ഇതും കൊള്ളില്ല. തുറക്ക്. ഗൈസ് നല്ല ടേസ്റ്റ്. ചെറിയ ആളാണെങ്കിലും വലിയ വായാണ്. ഇത് രണ്ടാമത്തെ ചമ്മന്തിയാണ് കേട്ടോ ഗൈസ്. You melt the ice behind my stone cold eyes. I turn to ashes, but only just sometimes. Inhale your smoke. സൂപ്പർ. ഓക്കെ. ഇപ്പോൾ ഗൈസ് നമുക്ക് ഓംലേറ്റ് ആക്കാം. ആകെ 3 മുട്ടയേ ഉള്ളൂ. നമുക്കിത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. Capsize. You call me crazy now, but you don't understand. I'm calling out to you. Can you hear a thing? 'Cause you lit the match. ഇവിടെ ഈ ക്ലൈമറ്റ് മൊത്തം ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടൊരു ഇരുട്ടും വെളിച്ചും എന്തോ മൈൻഡോ എന്തോ അതായിരിക്കും ടിജുട്ടന് നിഷമ്മയെ കാണാൻ ഓർമ്മ വന്നത്. ടിജുട്ടാ പറ, ക്യാമറ നോക്കി പറ. നിഷമ്മ മിസ് യു പറയടാ. പറഞ്ഞോ. മിസ് യു. അമ്മ ഇപ്പൊ ഇതേ വാഴയിലേക്ക് പൊതിച്ചാറ് ആക്കാനുള്ള ഒരു കയ്യബദ്ധം നാറ്റുകരുത്. പൊതിച്ചോറാക്കാനുള്ള ഇലയൊക്കെ ഇങ്ങനെ വാട്ടിയെടുക്കട്ടെ. അടുപ്പ് തീ അണഞ്ഞു പോയി. അതുകൊണ്ട് ഇനി ഗ്യാസിലാക്കാം. Inhale your smoke, but you still act surprised. It's not my fault when we end up capsized. You call me crazy now, but you don't understand. I'm കറണ്ട് വന്നു. ആരോട്ടി തുള്ളി കളിക്കുന്നു. calling out to you. Can you hear a thing? 'Cause you lit the match that ignites the flame. I'm the TNT, but you're the spark to blame. And it's fire, burning holes inside my brain. Feel the fire, heat that melts us down again. Now it's pouring through my veins, but I said you're the spark to blame. And it's fire, burning holes inside my brain. ബാക്കി എല്ലാവർക്കും ഇതുപോലെ സെറ്റാക്കി എടുക്കട്ടെ. വീണ്ടും കറണ്ട് പോയി ഗൈസ്. ചോറ് തിന്നുമെങ്കിലും ഫാനിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ പൊതിച്ചോറൊക്കെ പൊതിഞ്ഞ് സെറ്റാക്കി. അത് അമ്മ പൊതിയുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പൊറുക്കിയ മാങ്ങ ഉപ്പും കാന്താരിയും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി മറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഫുഡ് കഴിക്കാം. ഇപ്പം
പൊതിച്ചോറ് എന്ന് പറയുമ്പോൾ എന്താ വാട്ടിയ ഇലയുടെ ഒരു മണവും എല്ലാം കൂടിയൊക്കെ ഒരു സൂപ്പർ ടേസ്റ്റാണ് ഗൈസ്. എനിക്ക് ഋതുലൂട്ടിലൊക്കെ ഭയങ്കര ഇഷ്ടമായി ഗൈസ്. അടിപൊളിയാണ്. പൊതിച്ചോറ് തിന്നാത്തതൊന്നുമല്ല, നമ്മൾ ട്രാവലിംഗ് ഒക്കെ വെച്ചാൽ പാലക്കാടൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് പാലക്കാട് നിന്ന് കണ്ണൂരേക്ക് വരുമ്പോഴും കണ്ണൂരിൽ നിന്ന് തിരിച്ച് പാലക്കാടേക്ക് പോകുമ്പോഴും ഒക്കെ ഉച്ചയ്ക്ക് ട്രെയിനിൽ നിന്ന് കഴിക്കാനായിട്ട് പൊതിച്ചോറൊക്കെ ആക്കി എടുക്കാറുണ്ട്. അപ്പോൾ കുറേ നാളായിട്ട് ഇല്ലായിരുന്നു. അപ്പോൾ ഇന്ന് എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോൾ അടിപൊളി അടിപൊളി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വീട്ടിൽ നിന്ന്. ഹേ ഗൈസ്, അപ്പൊ നമ്മള് ചോറൊക്കെ കഴിച്ചു. നല്ല അടിപൊളി പൊതിച്ചോറായിരുന്നു. കുറച്ച് സംഭവങ്ങളേ ഉള്ളെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിക്കുമ്പോഴത്തേക്കും വയറ് നല്ല തൃപ്തിയോടുകൂടി നിറഞ്ഞു. അപ്പോൾ ഇപ്പോൾ സമയം 3 മണിയായി. അപ്പോൾ പപ്പ കുറച്ച് കഴിയുമ്പോൾ വരും. 3:30-ക്കുള്ളിലായിട്ട് പപ്പ എത്തും. അപ്പോൾ അത്ര വരെ നമുക്ക് കുറച്ച് ചലഞ്ചൊക്കെ എടുക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇവർ 2-3 ദിവസം കഴിഞ്ഞാൽ ഇവരിപ്പോൾ പോകും. അപ്പോൾ ഇവരെ കൂട്ടിയിട്ട് ഒരു വീഡിയോസ് നമ്മൾ ചെയ്തിട്ടില്ല. കഴിഞ്ഞ കൊല്ലം നമ്മൾ പാലക്കാട് ഇവരുടെ അമ്മേൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടുന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്, നമ്മളെ ചാനലിലുണ്ട്, പോയിട്ട് കാണാം. അപ്പോൾ ഇപ്പം നമുക്ക് പോയിട്ട് കുറച്ച് ചലഞ്ചൊക്കെ എടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ പപ്പ നമ്മുടെ പപ്പ വന്നു ഗൈസ്. പപ്പ ബിരിയാണിയും കൊണ്ടുവന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു കുപ്പി മോരും കൊണ്ടുവന്നു. അപ്പം നമുക്ക് സംഭാരം അടിച്ച് ബിരിയാണിയും കഴിക്കാം. വയറ് ഫുള്ളാണ്, എന്നാലും ബിരിയാണി കാണുമ്പോൾ ഏത് മലയാളികൾക്കാണെങ്കിലും ഏത് മലയാളികൾക്കും അല്ല, ഏത് കൊതിയന്മാർക്കും. വാഴയിലയിൽ പൊതിഞ്ഞ ബിരിയാണിയാണ്. അടിപൊളി കേട്ടോ. അത് തന്നെ, അത് പൊതിച്ചോറ് പോലെ തന്നെ വാഴയിലയിൽ പൊതിഞ്ഞ ബിരിയാണി. എവിടുന്നാ? ഇന്ന് ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടറുടെ വക പാർട്ടി സെൻഡ് ഓഫാ. ഡോക്ടർക്ക് എന്താ തോന്നി എല്ലാ സ്റ്റാഫിനും കൊടുക്കാനായിട്ട്. അപ്പൊ പപ്പ ബിരിയാണി കഴിക്കാത്ത കാരണം നമുക്ക് കിട്ടി. അപ്പൊ നമ്മളത് കഴിക്കട്ടെ. ഹേ ഗായ്സ്, അമ്മ ഇതേ ജ്യൂസ് അടിക്കാൻ പോവാണ്. പപ്പ വരുമ്പോൾ കുറച്ച് മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ജ്യൂസ് അടിച്ച് കിട്ടി. ഇത് കുടിക്കട്ടെ. ഇത് ഋതുലിന് കൊടുക്കട്ടെ, അവൻ കുളിക്കുകയായിരുന്നു ഇത്ര നേരം. നമ്മൾ കുളിച്ച് ഇപ്പോൾ ചായ വെക്കുകയാണ് ഗൈസ്. അപ്പോൾ ചായ ഇവിടെ റെഡിയായി. ഇനി നമ്മൾ ചായ കുടിക്കണം. ഇവിടെ കറണ്ട് പോയിട്ടാണുള്ളത്. നല്ല മഴ പെയ്യുന്നുണ്ട്, ഇടിയും പൊട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, ഫോണിൽ ചാർജും കുറവാണ്. അമ്മേൻ്റെ അടുത്തേക്ക് പോകാം. പപ്പ ഇതാ ഇവിടെ വിളക്കൊക്കെ കത്തിച്ചു. അമ്മേ, നമ്മുടെ ഷീറ്റൊക്കെ കെട്ടിയ ഷീറ്റൊക്കെ പൊട്ടിയിട്ടോ ഗൈസ്. നല്ല മഴയുണ്ട്, ഇടിയും പൊട്ടുന്നുണ്ട്. കാണുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ നമ്മുടെ ഈ ചെറിയ ഡേ ഇൻ മൈ ലൈഫ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. നമ്മളിവിടെ ഇത് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.